നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും വിട്ടുനിൽക്കുന്ന പ്രവാസികളായ മലയാളികൾക്ക് അവധി ദിവസങ്ങൾ ആഘോഷങ്ങളാണ്. ക്രിസ്മസും ന്യൂ ഇയറും ഓണവും പെരുന്നാളുമെല്ലാം ജാതിമത വ്യത്യാസമില്ലാതെ അവർ ഒരുമിച്ച് ആഘോഷിക്കുന്നു. ഓരോ മലയാളിയും അവർക്ക് കുടുംബക്കാരാണ്, ഉറ്റ ബന്ധുവാണ്. UK-യിലെ പ്രവാസി മലയാളികളുടെ സംഘടനയായ വോക്കിംഗ് മലയാളി അസോസിയേഷന്റെ പുതുവത്സരാഘോഷം ഇങ്ങനെ കാണൂ. നമസ്കാരം. എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളാശംസകൾ. 2023 സമ്പൽ സമൃദ്ധമാകട്ടെ എന്ന് സ്നേഹനിർഭരമായിട്ട് ആശംസിക്കുന്നു. ഞാൻ വർഗീസ് ജോൺ, വോക്കിംഗ് മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ്. 2008 നവംബർ മാസം 1-ാം തീയതി കേരളപ്പിറവിയോടനുബന്ധിച്ച് ആരംഭിച്ച വോക്കിംഗ് മലയാളി അസോസിയേഷൻ എന്ന പ്രസ്ഥാനം ഇത്ര വർഷങ്ങൾക്ക് ശേഷം 2023 ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ ഈ ജനുവരി മാസം 7-ാം തീയതി നടക്കുകയാണ് ഉണ്ടായത്. മനുഷ്യ സമൂഹ മാധ്യമങ്ങളിൽ അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതകളിലേക്ക് സമൂഹത്തെ ഒന്നിച്ച് കൈപിടിച്ചുയർത്തുന്ന തരത്തിലേക്ക് ലോകം മുന്നോട്ട് കുതിക്കുമ്പോൾ അതിന്റെ ഭാഗമായി വോക്കിംഗ് മലയാളി അസോസിയേഷനും ഈ വർഷത്തെ പുതുവത്സര ആഘോഷവും അതുപോലെ 2022 ക്രിസ്മസിന്റെയും ആഘോഷ പരിപാടികൾ കുടുംബ അംഗങ്ങളുമായിട്ട് പരസ്പരം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടിക്ക് എല്ലാ സഹകരണവും നൽകിയ എല്ലാവരോടും നന്ദി പറയുകയും വോക്കിംഗ് മലയാളി അസോസിയേഷന്റെ ഇന്ന് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകിയ സ്നേഹനിർഭരമായ സഹോദരങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ടും വരും കാലങ്ങളിൽ സമൂഹത്തിന്റെ നാം ഉൾപ്പെട്ട സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി, ഉന്നതിക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മളാലാകുന്ന വിധത്തിൽ ഒന്നിച്ച് മുന്നേറുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം സ്നേഹനിർഭരമായിട്ട് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വോക്കിംഗ് മലയാളി അസോസിയേഷന്റെ പേരിൽ എല്ലാവർക്കും സ്നേഹനിർഭരമായ പുതുവത്സരത്തിന്റെയും കഴിഞ്ഞ ക്രിസ്മസിന്റെയും മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. And members and family of Woking Malayali Association. I'm sure you all had a good Christmas and you had a good start to the new year. I know, like we all had, like half of the country was having flu. I know, like everyone I speak to had a flu during the last 2-3 weeks. So still, I think we all had a good Christmas and New Year.
വന്നത്. നമുക്ക് ഈ അവരുടെ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം എന്താണ് നമുക്ക് സംഭവിച്ചത്. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റാഫേൽ ടിക്കറ്റിന്റെ നറുക്കെടുപ്പാണ്. ആരാണ് വിജയിയെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും പറയുകയാണ് എല്ലാവരും വിജയികളായിട്ട്. UK-യിൽ നിന്ന് ആഘോഷങ്ങളുടെ വീഡിയോ അയച്ചു തന്ന ഋതുവിനും സണ്ണിച്ചേട്ടനും പ്രവാസി മലയാളിയുടെ നന്ദി.